നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ചൈൽഡ് ബെനിഫിറ്റ് കൈപ്പറ്റുന്നവർക്ക് HMRCയുടെ മുന്നറിയിപ്പ്. ബ്രിട്ടനിൽ ചൈൽഡ് ബെനിഫിറ്റ് കൈപ്പറ്റുന്ന കുടുംബങ്ങൾക്ക് കർശന മുന്നറിയിപ്പുമായി HMRC രംഗത്തെത്തി. ഏപ്രിലിലെ വേതന വർധനവോടെ മാതാപിതാക്കളിൽ ഒരാളുടെയെങ്കിലും വാർഷിക വരുമാനം 60,000 പൗണ്ട് കവിഞ്ഞാൽ അധിക നികുതി നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഹൈ ഇൻകം ചൈൽഡ് ബെനിഫിറ്റ് ചാർജ് പ്രകാരം 60,000 പൗണ്ടിന് മുകളിലുള്ള ഓരോ 200 പൗണ്ടിനും 1% വീതം ബെനിഫിറ്റ് തുക നികുതിയായി തിരികെ നൽകണം. വരുമാനം 80,000 പൗണ്ടോ അതിലധികമോ ആയാൽ ലഭിച്ച തുക പൂർണ്ണമായും തിരികെ നൽകേണ്ടി വരും. പുതിയ നിരക്കനുസരിച്ച് ആദ്യ കുട്ടിക്ക് പ്രതിവാരം 27.05 പൗണ്ടും തുടർന്നുള്ള കുട്ടികൾക്ക് 17.90 പൗണ്ടുമാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ എണ്ണത്തിലുള്ള പരിധി എടുത്തുമാറ്റിയതിനാൽ ഇത് പല കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക സഹായമാണ്. എന്നാൽ ശമ്പള വർധനവോ ബോണസോ മൂലം വരുമാന പരിധി ലംഘിക്കപ്പെടുന്നത് ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് വലിയ തുക നികുതിയായി ഒടുക്കേണ്ടി വരും. ഇത്തരക്കാർ സെൽഫ് അസസ്മെന്റ് വഴി വിവരം അറിയിക്കണമെന്നും അല്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഓൺലൈൻ സേവനം വഴി ഈ ചാർജ് അടയ്ക്കാനുള്ള സൗകര്യവും HMRC ഒരുക്കിയിട്ടുണ്ട്. റെന്റേഴ്സ് റൈറ്റ്സ് ആക്ട് മെയ് 1 മുതൽ വാടകക്കാരെ ഒഴിപ്പിക്കാൻ വീട്ടുടമകളുടെ നീക്കം. ഇംഗ്ലണ്ടിലെ വാടകക്കാർക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന റെന്റേഴ്സ് റൈറ്റ്സ് ആക്ട് മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ വാടകക്കാരെ ഒഴിപ്പിക്കാൻ വീട്ടുടമകൾ നീക്കം തുടങ്ങുന്നതായി റിപ്പോർട്ട്. പുതിയ നിയമപ്രകാരം മതിയായ കാരണങ്ങളില്ലാതെ വാടകക്കാരെ ഒഴിപ്പിക്കാൻ കഴിയില്ല. കൂടാതെ നിശ്ചിത കാലാവധി നിശ്ചയിച്ചിട്ടുള്ള കരാറുകൾ അവസാനിപ്പിക്കുകയും വാടകക്കാർക്ക് 2 മാസത്തെ നോട്ടീസ് നൽകി എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു പോകാമെന്ന സൗകര്യം വരികയും ചെയ്യും. അന്യായമായ വാടക വർധനവിനെ ചോദ്യം ചെയ്യാനും വാടകക്കാർക്ക് നിയമപരമായ അധികാരം ലഭിക്കും. നിയമം കർശനമാക്കുന്നതിന് മുൻപ് വാടകക്കാരെ മാറ്റാനായി ഇംഗ്ലണ്ടിലെ 11% വാടകക്കാർക്ക് ഇതിനകം ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചതായി പഠനങ്ങൾ പറയുന്നു. ലണ്ടനിൽ ഇത് 12%. വാടകക്കാർക്ക് അനുകൂലമായ നിയമം വരുന്നതോടെ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് വീട്ടുടമകളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിനിടെ കഴിഞ്ഞ നവംബർ മുതൽ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന 10-3 പേർക്കും വാടക വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വീടിൻ്റെ ശോചനീയാവസ്ഥ ചോദ്യം ചെയ്യുന്നവരെ ഒഴിപ്പിക്കുന്നത് തടയാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വാടകക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ നിയമം വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇറാൻ യുദ്ധം ഇന്ധനവില കൂട്ടി. ബ്രിട്ടനിൽ പെട്രോൾ മോഷണം 62% വർദ്ധിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്നതോടെ ബ്രിട്ടനിൽ പെട്രോൾ മോഷണം വൻതോതിൽ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പെട്രോൾ പമ്പുകളിൽ നിന്ന് പണമടയ്ക്കാതെ മുങ്ങുന്ന സംഭവങ്ങളിൽ 62% വർധനവുണ്ടായതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഒരു കുടുംബം കാറിൽ പെട്രോൾ നിറയ്ക്കാൻ ശരാശരി 14 പൗണ്ടും ഡീസലിന് 27 പൗണ്ടും അധികം നൽകേണ്ടി വരുന്നുണ്ട്. ഇതാണ് മോഷണങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോൾ പമ്പുകളിലെ ജീവനക്കാർക്ക് നേരെ ഉപഭോക്താക്കളുടെ അതിക്രമങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. വില വർധനവിൽ ക്ഷുഭിതരായ ആളുകൾ ജീവനക്കാരെ കള്ളന്മാർ എന്ന് വിളിച്ചും മറ്റും അധിക്ഷേപിക്കുന്നത് പതിവാവുകയാണ്. ചില മേഖലകളിൽ ആസൂത്രിതമായ ക്രിമിനൽ സംഘങ്ങൾ വലിയ തോതിൽ ഇന്ധനം മോഷ്ടിക്കുന്നുണ്ട്. ലണ്ടൻ, ഗ്ലാസ്ഗോ, മാഞ്ചസ്റ്റർ തുടങ്ങിയ നഗരങ്ങളിലാണ് മോഷണം കൂടുതൽ രൂക്ഷം. ഇന്ധനവിലയുടെ 55% നികുതിയാണെന്നും തങ്ങൾക്ക് വളരെ കുറഞ്ഞ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും റീറ്റെയിലർമാർ വ്യക്തമാക്കുന്നു. പെട്രോൾ മോഷ്ടാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. വിലക്കയറ്റത്തിന്റെ പേരിൽ ജീവനക്കാരെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ ബ്രിട്ടൻ പുതിയ പദ്ധതി ഒരുക്കുന്നു. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ മൂലം ഇന്ധനവിലയിലുണ്ടാകുന്ന വർധനവിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ബ്രിട്ടീഷ് സർക്കാർ ഒരുങ്ങുന്നു. നിലവിൽ ഗ്യാസിന്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് വൈദ്യുതി നിരക്കും നിശ്ചയിക്കുന്നത്. ഈ രീതി മാറ്റുന്നതോടെ കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് കുറഞ്ഞ വൈദ്യുതിയുടെ ഗുണം ജനങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകും. ചൊവ്വാഴ്ച ചാൻസലർ റേച്ചൽ റീവ്സും എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. പഴയ പുനരുപയോഗ ഊർജ്ജ പദ്ധതികളെ സ്ഥിരമായ കരാറുകളിലേക്ക് മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ വരും വർഷങ്ങളിൽ വൈദ്യുതി ബില്ലുകളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ക്ലീൻ എനർജി മാത്രമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് എഡ് മിലിബാൻഡ് പറഞ്ഞു. ഈ മാറ്റത്തിന് വഴങ്ങാത്ത ഊർജ്ജ കമ്പനികൾക്കുമേൽ അധിക നികുതി ചുമത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. അടുത്ത 1 വർഷത്തിനുള്ളിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾക്ക് നിയമപരമായ നിരോധനം. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കാൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു. കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സ്കൂളിലെ അച്ചടക്കം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം.
ഇതിനായി നിലവിലുള്ള ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് സ്കൂൾസ് ബില്ലിൽ ഭേദഗതി വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബാർണസ് ജാക്വിസ് സ്മിത്ത് അറിയിച്ചു. നിലവിൽ മിക്ക സ്കൂളുകളും സ്വന്തം നിലയിൽ ഫോണുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പുതിയ നിയമം വരുന്നതോടെ ഇതിന് നിയമപരമായ പ്രാബല്യം ലഭിക്കും. സ്കൂൾ സമയം മുഴുവൻ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗുകളിൽ സൂക്ഷിക്കണമെന്ന നോട്ട് സീൻ നോട്ട് ഹേർഡ് നയമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ചില സ്കൂളുകൾ ഫോണുകൾ സൂക്ഷിക്കാൻ പ്രത്യേക ലോക്കറുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കും. ഏപ്രിൽ മുതൽ സ്കൂൾ പരിശോധനകളിൽ ഫോൺ നിരോധന നയം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികൃതർ നിരീക്ഷിക്കും. ഈ നടപടി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും ഗുണകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. UK സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് 2027 പകുതിയോടെ 2.5 ലക്ഷം പേർക്ക് ജോലി നഷ്ടമാകും. ഇറാൻ-ഇസ്രായേൽ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചതോടെ ബ്രിട്ടൻ വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലാണെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 2027 പകുതിയോടെ രാജ്യത്ത് ഏകദേശം 2,50,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രമുഖ അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളായ EY, ഡെലോയിറ്റ് എന്നിവരുടെ റിപ്പോർട്ടുകൾ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങൾ കാരണം എണ്ണ, ഗ്യാസ് വിലകൾ കുതിച്ചുയരുന്നത് ബിസിനസ് മേഖലയിലെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 2025 1.4% നിന്നും ഈ വർഷം 0.7% കുറഞ്ഞേക്കാം. തൊഴിലില്ലായ്മ നിരക്ക് നിലവിലെ 5.2% നിന്നും 5.8% ഉയരാനും സാധ്യതയുണ്ട്. പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്കയിൽ പല വൻകിട കമ്പനികളും പുതിയ നിക്ഷേപങ്ങളും നിയമനങ്ങളും മരവിപ്പിക്കുകയാണ്. 2026 അവസാനത്തോടെ പണപ്പെരുപ്പം 4% അടുത്തെത്തിയേക്കും. പ്രതിസന്ധി നേരിടാൻ ചാൻസലർ റേച്ചൽ റീവ്സ് ബാങ്ക് മേധാവികളുമായി അടിയന്തര ചർച്ചകൾ നടത്തിവരികയാണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടിയാണ് UK ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് കെയർ ബിരുദധാരികൾ തൊഴിലില്ലായ്മ ഭീഷണിയിൽ. ബ്രിട്ടനിലെ NHS പ്രതിസന്ധി രൂക്ഷമാകുന്നു. കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിറങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിൽ. ബ്രിട്ടനിലെ ആരോഗ്യമേഖലയിൽ ജോലി ഉറപ്പാണെന്ന പ്രതീക്ഷയിൽ പഠനം പൂർത്തിയാക്കിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ജീവിതകാലം മുഴുവൻ സുരക്ഷിതമായ കരിയർ എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പാരാമെഡിക്, ഫിസിയോതെറാപ്പി, നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുത്തവർക്ക് മുന്നിൽ ഇപ്പോൾ നിയമന നിരോധനത്തിന്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് വെയിൽസിൽ നിന്നുള്ള വാർത്തകൾ ഏറെ ഗൗരവകരമാണ്. തൊഴിലവസരങ്ങളുടെ കുറവ് മൂലം പാരാമെഡിക് കോഴ്സുകൾ താൽക്കാലികമായി നിർത്തലാക്കാൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞു. വെയിൽസിലെ ഫിസിയോതെറാപ്പി ബിരുദധാരിയായ ക്ലോയി ഹേഴ്സ്റ്റ് പറയുന്നത് തൻ്റെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ബാൻഡ് 5 തസ്തികകളിൽ നിലവിൽ ഒഴിവുകളില്ല എന്നാണ്. ബിരുദം ആവശ്യമില്ലാത്ത താഴെത്തട്ടിലുള്ള ജോലികൾക്ക് അപേക്ഷിക്കാൻ പോലും ബിരുദധാരികൾ നിർബന്ധിതരാകുന്നു. മുൻപ് മികച്ച ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് നഴ്സിംഗ് പഠനത്തിനായി സമയം മാറ്റിവെച്ച പലരും ഇപ്പോൾ നിരാശയിലാണ്. തൻ്റെ മക്കൾക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ നഴ്സിംഗ് സഹായിക്കുമെന്ന് കരുതിയെങ്കിലും കോഴ്സ് കഴിയാറായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ്. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും സ്ഥിതി വ്യത്യസ്തമല്ല. പലരും പഠനത്തിനായി ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തിട്ടുണ്ട്. എന്നാൽ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ 60,000 പൗണ്ടിലധികം കടബാധ്യതയുമായി മിനിമം വേതനത്തിന് മറ്റ് ജോലികൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് പലരും. NHSലെ ഈ നിയമന പ്രതിസന്ധി മൂലം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനൊരുങ്ങുകയാണ് മിക്കവരും. കാനഡ പോലുള്ള രാജ്യങ്ങളിൽ അവസരങ്ങൾ തേടി പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. കോവിഡ് കാലത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിയതും ബജറ്റ് വെട്ടിക്കുറച്ചതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. 10 ലക്ഷം വിദേശികളെ നാടുകടത്തുമെന്ന് നൈജൽ ഫരാജ്. അധികാരത്തിലെത്തിയാൽ ആദ്യ ഭരണകാലയളവിൽ തന്നെ 10 ലക്ഷത്തോളം വിദേശികളെ ബ്രിട്ടനിൽ നിന്നും നാടുകടത്തുമെന്ന് റിഫോം പാർട്ടി നേതാവ് നൈജൽ ഫരാജ് പ്രഖ്യാപിച്ചു. അനധികൃതമായി എത്തിയവർക്ക് സൗജന്യ വിമാന ടിക്കറ്റും 1000 പൗണ്ട് നൽകി പുറത്താക്കാനാണ് പദ്ധതി. ഇത് ഖജനാവിന് 14.3 ബില്യൺ പൗണ്ട് ലാഭിക്കാമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഈ പദ്ധതി പ്രായോഗികമല്ലെന്നും മനുഷ്യാവകാശ കരാറുകൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ കക്ഷികൾ വിമർശിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.